ഭാഗ്യം കൊണ്ടാണ് അവൾക്ക് ആ സർക്കാർ ജോലി കിട്ടിയത്. കഴിഞ്ഞ ദിവസം ഞാനും വൈഷ്ണവ് സാറും കൂടെ ഒരു പോഡ്കാസ്റ്റിന് താഴെ വന്നൊരു കമൻറ്റാണ്. ആ കമൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഭാഗ്യം കൊണ്ടാണോ ഒരാൾക്ക് സർക്കാർ ജോലി കിട്ടുന്നത്? നിങ്ങൾക്കും ഭാഗ്യം കൊണ്ട് കിട്ടുമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? പ്രത്യേകിച്ച് ഏതാണ്ട് 10 ലക്ഷത്തിലധികം ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു പരീക്ഷ നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ ഉണ്ട്. LD ക്ലർക്ക് എന്ന് പണ്ടറിയപ്പെട്ട ലോവർ ഡിവിഷൻ ക്ലർക്ക്. വരാനിരിക്കുന്ന അല്ലെങ്കിൽ 2026 നവംബർ ഡിസംബർ മാസങ്ങളിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയാണ്. 10 ലക്ഷത്തിലധികം ആളുകളാണ് ആ ഒരൊറ്റ പരീക്ഷ കാത്തിരിക്കുന്നത്. നിങ്ങൾ ആ ഗെയിമിലുണ്ടോ? ആ കളിയുടെ ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾക്കൊരു എൻട്രി ഉണ്ടാകുമോ? ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഒന്ന് സമാധാനത്തോടെ ആലോചിച്ച് നോക്കണം. സത്യത്തിൽ നമ്മൾ നമ്മളോട് തന്നെ ഒരു കള്ളം പറയല്ലേ? നമ്മൾ നമ്മളെ തന്നെ സമാധാനിപ്പിക്കാനായിട്ട് പറയല്ലേ? അവന് ഭാഗ്യം കൂടുതലുള്ളതുകൊണ്ട് കിട്ടിയതാണ്, എൻ്റെ ഭാഗ്യം ഇതുവരെ വന്നിട്ടില്ല, എൻ്റെ ഭാഗ്യം വരാൻ പോകുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യമില്ല, ഞാൻ ഈ ഭാഗ്യമില്ലാത്തത് കൊണ്ട് ഈ പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എത്ര തവണ പലരുടെയും റിസൾട്ട് കാണുമ്പോൾ നമ്മളിത് നമ്മളെ സമാധാനിപ്പിക്കാനായി പറഞ്ഞിട്ടുണ്ടാവും? എത്ര തവണ നമ്മളോട് തന്നെ നമ്മൾ ഈ കള്ളം പറഞ്ഞിട്ടുണ്ടാവും? മക്കളെ, ഭാഗ്യം വരുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടിലാണ്. നമ്മൾ ആത്മാർത്ഥത കാണിച്ച ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി നമ്മൾ പഠിച്ച് 100% നമ്മുടെ കൊടുത്തു കഴിയുമ്പോഴുണ്ടാകുന്ന റിസൾട്ടിലാണ് നമുക്ക് ഭാഗ്യം തുണയ്ക്കാൻ പോകുന്നത്. അതല്ലാതെ നമ്മൾ എന്തൊക്കെയോ ചെയ്ത് ഒരു സ്ട്രക്ചറിലല്ലാതെ മുന്നോട്ട് പോയിട്ട് സമയത്തെ കൃത്യമായി വിനിയോഗിക്കാൻ പറ്റാതെ പോയിട്ട് ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. LD എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ 2026 നവംബർ ഡിസംബറിൽ വരുമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ മുൻപിൽ ആ അവസരമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഏതാണ്ട് 14 ജില്ലകളിലായി അത്യാവശ്യം നല്ല വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നൊരു പരീക്ഷയാണ് LD എന്നും നിങ്ങൾക്കറിയാം. പക്ഷെ ഇപ്പോഴും നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ? അതിനുവേണ്ടി ഒരു എഫോർട്ട് ഇടാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? എത്ര തവണ നാളെ ആവട്ടെ അല്ലെ പിന്നീടാവട്ടെ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഈ LD ക്ലർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ജനറിക് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. യൂട്യൂബിൽ കയറുമ്പോൾ ഇഷ്ടം പോലെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഓരോ വീഡിയോ കാണുമ്പോഴും നിങ്ങൾ വിചാരിക്കും നാളെ തൊട്ട് നന്നായി പഠിച്ചു തുടങ്ങാം. നാളെ രാവിലെ ആവുമ്പോൾ മറ്റന്നാളാവട്ടെ, അതിൻ്റെ അടുത്ത ദിവസമാവട്ടെ, അതിനടുത്ത ദിവസമാവട്ടെ എന്ന് പറഞ്ഞ് ഇപ്പം എത്ര ദിവസം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും? പലരും എന്നെ കേൾക്കുന്നവർ നോട്ടിഫിക്കേഷൻ വരട്ടെ അതിനുശേഷം പഠിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിക്കുന്നവരായിട്ടുണ്ടാവും. ആക്ച്വലി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ഇനി ഒരു 6 മാസം മുന്നിലുണ്ട്. ആ 6 മാസം കൂടെ മാറ്റി വെച്ച് ആ 6 മാസം കൂടെ കളഞ്ഞിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമുള്ള ഒരു 6 മാസം നിങ്ങൾ പഠിക്കാനിരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ ഭാഗ്യം തുണയ്ക്കുമെന്ന്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നന്നായി എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന്? അബ്സല്യൂട്ട്ലി റിസൾട്ട് 0 ആയിരിക്കും മക്കളെ, ഒരു സംശയവും വേണ്ട. ഞാൻ ആ പറയുന്നതിൻ്റെ റീസൺ ഇത്രയേ ഉള്ളൂ. നമ്മളിടുന്ന എഫോർട്ടിലാണ് നമുക്ക് റിസൾട്ട് കിട്ടാൻ പോകുന്നത്. നമ്മൾ എത്രത്തോളം സമയം ഒരു കാര്യത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഒരു LD എക്സാമിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്നതിനെ അനുസരിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇരിക്കുന്നത്. നമ്മൾ എഫോർട്ട് 100% കൊടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ടും 100% ആയിരിക്കും. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പലരുടെയും വാക്കുകളിൽ നിന്നൊരു അവഗണന നേരിട്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ് നിനക്ക് ഇത്ര നാളായിട്ടും സർവീസിൽ കയറാൻ പറ്റാത്തത്? ആക്ച്വലി നീ മണ്ടനായതുകൊണ്ടാണോ നിനക്ക് ഈ എക്സാമിന് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത്? അല്ലെങ്കിൽ നീ പഠിക്കാൻ പോകുന്ന സമയത്ത് മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുന്നത് കൊണ്ടാണോ നിനക്ക് സർക്കാർ ജോലിയിൽ കയറാൻ പറ്റാത്തത്? അല്ലെങ്കിൽ നീ പഠിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും പോകുന്നു, പോയതിന് ശേഷം കൂട്ടുകാരോടൊത്ത് മറ്റെന്തെങ്കിലും പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? നിനക്ക് നിർത്തിയിട്ട് മറ്റെന്തെങ്കിലും പരിപാടിക്ക് പൊക്കൂടെ? ഒരു പ്രൈവറ്റ് ജോലിയിൽ കയറിയാൽ എന്താ കുഴപ്പം? നിന്റെ കുടുംബത്തെ നിനക്ക് രക്ഷപ്പെടുത്തിക്കൂടെ? നിന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിനക്ക് നിറവേറ്റിക്കൂടെ? എത്ര തവണ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഒരു തവണ പോലും നിങ്ങൾക്ക് തിരിച്ചു പറയാൻ ഒരു പ്രോപ്പർ മറുപടിയില്ല. കാരണം നിങ്ങൾ പഠിക്കുന്ന മെത്തേഡ് നിങ്ങൾ വിശ്വസിക്കുന്ന രീതിയിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങളുടെ മെത്തേഡാണ് പ്രശ്നം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയമാണ് പ്രശ്നം. നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സമയമാണ് പ്രശ്നം. നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൽ ആദ്യം പറ്റി ആരോട് വേണമെങ്കിലും ചോദിച്ചോളൂ. അവരാരും സ്വന്തം എഫോർട്ടിലല്ലാതെ ഭാഗ്യത്തെ തുണയായി കണ്ടിട്ടില്ല. അവർ 100% കൊടുത്തപ്പോഴാണ് അവർക്ക് ഭാഗ്യം തുണയായി വന്നിട്ടുള്ളത്. മക്കളെ, നിങ്ങളുടെ മുൻപിലും ദാ കിടക്കുകയാണ് ഒരു 100% ഡെഡിക്കേഷൻ കൊടുക്കേണ്ട ഒരവസരം, 100% എഫോർട്ട് കൊടുക്കേണ്ട ഒരവസരം. നോട്ടിഫിക്കേഷൻ വരാൻ തന്നെ ഇനി 6 മാസമുണ്ട്. അതായത് പരീക്ഷയ്ക്ക് കൃത്യമായി പഠിച്ചു പോവാൻ, റിവിഷൻ ചെയ്യാൻ, പരമാവധി ചോദ്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ മുൻപിലുള്ളത് ഏതാണ്ട് 365 ദിവസമാണ്. 365 ദിവസം, അതായത് ഒരു വർഷം നിങ്ങളുടെ മുൻപിൽ കിടക്കുക. ആ ഒരു വർഷം ഉണ്ടായിട്ടും നിങ്ങൾ വിചാരിക്കുകയാണ് നാളെ ആവട്ടെ. ഒരിക്കലും നിങ്ങൾക്ക് ആ ഭാഗ്യം തുണയായി വരില്ല. നിങ്ങളുടെ ഭാഗ്യം തുണയായി വരുന്നത് ഈ നിമിഷം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോഴാണ്.
ഈ നിമിഷം തൊട്ട് നിങ്ങളുടെ സന്തോഷങ്ങളെ കുറേയൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുമ്പോഴാണ്, കുറേയൊക്കെ ത്യാഗം ജീവിതത്തിൽ എടുക്കുമ്പോഴാണ്. അപ്പം ഭാഗ്യമല്ല ഒരാൾക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്, പകരം ഭാഗ്യം നിങ്ങളെ തുണയ്ക്കാൻ പോകുന്നത് നിങ്ങളുടെ എഫോർട്ടിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ്. 100% നിങ്ങൾ കൊടുത്തതിന് ശേഷമാണ് നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആരും വിചാരിക്കരുത് സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഭാഗ്യം എന്നെ തുണയ്ക്കാനായിട്ടുണ്ട്, ആ സമയത്ത് ഞാൻ സർക്കാർ ജോലിയിൽ കയറാമെന്ന്. മക്കളെ, 2026 വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ വലിയൊരു അവസരമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ അവസരത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ അടുത്ത 5 വർഷം കൂടി കഴിഞ്ഞതിന് ശേഷമേ ഇതേ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ജോലിയിൽ കയറാൻ കഴിയുള്ളൂ. ഏതാണ്ട് 2026 നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. അടുത്ത 2031 അടുത്ത റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. 5 വർഷങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കളയുന്നുണ്ടോ? അതോ ഭാഗ്യത്തെ ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണോ? ഇനി അതുമല്ലെങ്കിൽ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുടെ മുന്നിൽ നിന്ന് പൊരുതാൻ, ജീവിതത്തിൽ ആവേശത്തോടെ നിങ്ങളുടെ എഫോർട്ട് ഇടാൻ, നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി പൊരുതാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മക്കളത് ഇപ്പം തുടങ്ങിക്കോ. ഈ നിമിഷം തന്നെ നിങ്ങൾ ബുക്ക് എടുത്തോ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിക്കോ. പക്ഷെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് എടുത്തു വെച്ച്, ഒരുപാട് വീഡിയോ ക്ലാസ്സുകൾ കണ്ട്, ഒരുപാട് ടെലഗ്രാം ഗ്രൂപ്പുകളിൽ പോയി ജോയിൻ ചെയ്ത് നിങ്ങളുടെ മെറ്റീരിയൽസിനെ ബൾക്കാക്കി അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തരുത്. പകരം പ്രോപ്പറായി ഒരു സ്റ്റഡി പ്ലാനോടെ, പ്രോപ്പറായിട്ടുള്ള ഒരു എക്സാം സ്ട്രക്ചറോടെ, കൃത്യമായ സിലബസിൻ്റെ പിൻബലത്തോടെ ഓരോ ദിവസവും എന്താണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി പഠിക്കാനായിട്ട് തയ്യാറായിട്ട് SCRT, NCRT ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കൃത്യമായ മെൻറ്റർഷിപ്പോട് കൂടിയിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ എക്സാം ക്ലിയർ ചെയ്ത LDC 2023 റാങ്ക് ലിസ്റ്റിൽ 384ാമത്തെ റാങ്ക് നേടിയ വൈഷ്ണവ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ബാച്ച്, LDC ഗോൾഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 15-ാം തീയതിയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരംഭം തൊട്ട് തന്നെ കൃത്യമായൊരു മെൻറ്റർഷിപ്പോട് കൂടി 2026 നോട്ടിഫിക്കേഷന് വേണ്ടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോടാം. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും, ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ ഇടേണ്ട 100% എഫോർട്ട് നിങ്ങൾ ഇട്ടതിന് ശേഷം മാത്രം. കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് 8281223366 പറഞ്ഞ നമ്പറിലോട്ട് വിളിക്കാം. അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോ. നമുക്ക് ക്ലാസ്സിൽ കാണാം. നിങ്ങളുടെ വിജയം എൻ്റെ മനസ്സിലും ഒരു പ്രതീക്ഷയായിട്ടുണ്ട്. അത് പ്രതീക്ഷയല്ല, യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളുടെ എഫോർട്ട് ഇപ്പോൾ തുടങ്ങിക്കോ.